നീ ലോകത്തെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് വേണ്ടത്. നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പ്രിയന് ഇതിനെക്കുറിച്ച് അറിയാവോ? അറിയില്ല. പ്രിയനോട് പറയാതെയാണോ നീ ഇങ്ങനൊരു മണ്ടത്തരം കാണിച്ചു കൂട്ടിയത്? ഇവളൊന്നും അറിയാത്ത പൊട്ടിക്കളിയാ. പ്രിയൻ അത്യാവശ്യം വിവരമെങ്കിലും ഇല്ലേ? അവൻ വേണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ? ഇങ്ങനെ ധൃതി കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതിനെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചിട്ട് എന്താ കാര്യം? നടന്നത് നടന്നു. നീ ഇത് ഞങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രിയന്റെ അമ്മയോട് ചെന്ന് സംസാരിച്ചിട്ട് അവര് വഴി നിന്റെ അച്ഛനെയും അമ്മയും കണ്ട് നിങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് നമുക്ക് പറയായിരുന്നില്ലേ? ലക്ഷ്മി ചേച്ചിയുടെയും നിന്റെയും കല്യാണം നമുക്ക് ഒരുമിച്ച് നടത്തായിരുന്നു. എന്തിനാ നീ വെറുതെ ആത്മഹത്യക്ക് ശ്രമിച്ചത്? ഞാനിപ്പൊ തന്നെ പ്രിയനെ വിളിച്ച് സംസാരിക്കാം. വേണ്ട വേണ്ട, ചേട്ടനെ കുറിച്ച് അനാവശ്യം പറയരുത്. തെറ്റ് നിന്റെ ഭാഗത്ത് മാത്രമല്ല പാറു, പ്രിയനും ഈ കാര്യത്തിൽ കുറ്റക്കാരനാണ്. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് അവനല്ലേ? ഞങ്ങളുടെ സ്നേഹത്തെ പറ്റി മോശമായിട്ട് സംസാരിക്കരുത്. എങ്ങനെ സംസാരിക്കാതിരിക്കും? ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിനക്ക് പ്രിയന്റെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു എന്ന് കരുതി അവൻ ഇത് മുതലെടുത്തത് ശരിയാണോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കരുതി പ്രിയൻ ഒരിക്കലും ഇങ്ങനെ അതിര് കടക്കാൻ പാടില്ലായിരുന്നു. നിർത്ത്. പ്രിയൻ ചേട്ടൻ അതിൽ കടന്നിട്ടില്ല. അദ്ദേഹം എന്നോട് എപ്പോഴും ബഹുമാനത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എനിക്ക് സംഭവിച്ചതിന് കാരണക്കാരൻ പ്രിയൻ ചേട്ടനല്ല. പ്രിയൻ കാരണക്കാരനല്ലേ? അല്ല. ഇതിന് കാരണക്കാരൻ ആരെന്ന് അറിയാത്തോണ്ടാ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇവൾ എന്തൊക്കെ പിച്ചുമ്പയ്യ ഈ പറയുന്നേ? പാറു, നമ്മുടെ ഹോസ്റ്റലിലാണെങ്കിലും നിന്റെ കമ്പനിയിലാണെങ്കിലും എല്ലാവർക്കും നീയും പ്രിയനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയാം. നീ പ്രിയന്റെ വീട്ടില് ഒരേ മുറിയിൽ കുറെ കാലം ഒരുമിച്ച് താമസിച്ചിരുന്നു. പരസ്പരമുള്ള ഇഷ്ടം കൊണ്ടും കല്യാണം കഴിക്കാൻ പോവാണെന്ന വിശ്വാസം ഉള്ളതുകൊണ്ടും ഒരു നിമിഷത്തെ അവിവേകത്തില് നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും. അത് സമ്മതിക്ക് പാറു. അല്ലാതെ ഇതിന് കാരണക്കാരൻ ആരാണെന്ന് നിനക്ക് അറിയില്ല എന്ന് പറയരുത്. പ്രിയനാണ് ഇതിന് കാരണക്കാരനെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഞങ്ങൾക്കില്ലെന്നാണോ നീ കരുതുന്നേ? ഞാൻ വിശ്വസിക്കുന്ന ഈ കൃഷ്ണനാണ് സത്യം. പ്രിയൻ ചേട്ടൻ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞങ്ങൾ പ്രിയനെ കുറിച്ച് മോശമായി ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവന്റെ പ്രതിഷ്ഠയെ സംരക്ഷിക്കാൻ വേണ്ടി നീ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും പറയരുത്. ഞങ്ങൾക്ക് നിന്നെ നന്നായി അറിയില്ലേ? പ്രിയനല്ലാതെ മറ്റൊരു പുരുഷനെയും നീ നിന്റെ ദേഹത്ത് തൊടാൻ പോലും സമ്മതിക്കില്ല. പിന്നെ ഇത് എങ്ങനെ നിനക്ക് സംഭവിക്കുക? അതന്നെ എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ നശിപ്പിച്ചവൻ ആരാണെന്ന് എനിക്ക് അറിയില്ല വീരെ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്നോട് ഈ ക്രൂരത കാണിച്ചത് പ്രിയൻ ചേട്ടനല്ല. ഇവളിങ്ങനെ ഓരോ മണ്ടത്തിനും പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയനെ വിളിക്കാതെ വേറെ ഒരു വഴിയുമില്ല. ഞാൻ പറയുന്നത് നിങ്ങളൊന്നും വിശ്വസിക്കേ. ഞാൻ ഈ അവസ്ഥയിലായത് എങ്ങനെയാന്ന് എനിക്ക് പോലും അറിയില്ല. അതുപോലെ തന്നെ പ്രിയൻ ചേട്ടനും ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. പ്രിയൻ ചേട്ടനോട് ഒന്നും പറയരുത്. എന്റെ അവസ്ഥയെ കുറിച്ച് അറിഞ്ഞ പ്രിയൻ ചേട്ടൻ തകർന്നു പോവും. അദ്ദേഹത്തെ ഒന്നും അറിയിക്കണ്ട. നീ നിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കരുത്.
നിന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി പ്രിയനാ. അവനാണ് ഈ കുഞ്ഞിന്റെ അച്ഛനെന്ന് തിരിച്ചറിഞ്ഞ നിനക്ക് അവന്റെ കൂടെ നല്ലൊരു ജീവിതം ഉണ്ടാവും. അതിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തോളാം. ഇതിന് ഉത്തരവാദി ആരാണെന്ന് നിനക്ക് അറിയില്ലെന്നൊക്കെ പറഞ്ഞ നിന്റെ ജീവിതം തന്നെ നശിച്ചു പോകും. നശിക്കട്ടെ. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഒരു തെറ്റും ചെയ്യാത്ത പ്രിയൻചേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. പ്രിയൻചേട്ടൻ ഒരു പാവം.